പൊന്നുമക്കളെ, പ്രശ്നത്തോട് പ്രശ്നമാണ്. ആദില നൂറയെ ബിഗ് ബോസിൽ കണ്ടുകൊണ്ട് നിരവധി സ്ത്രീകൾ രംഗത്ത് വരികയാണ്. കാരണം ഞങ്ങൾക്കും ആദില നൂറയെ പോലെ ജീവിക്കണം, ഞങ്ങൾക്ക് ഇനി മുതൽ പുരുഷന്മാരെ വേണ്ട, ഞങ്ങൾ സ്ത്രീകൾ അതായത് ലെസ്ബിയനായി ഞങ്ങൾ വിവാഹം ചെയ്ത് ജീവിച്ചോളാം. അവർ കാരണം പറയുന്നത് അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബിഗ് ബോസിൽ പോവാമല്ലോ, അങ്ങനെയൊക്കെയാണ് ചില സ്ത്രീകൾ പറയുന്നത്. അപ്പോൾ ഇന്നലെ ഒരു പെൺകുട്ടിയുടെ അമ്മ ആദില നൂറയെക്കുറിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ആദ്യം വായിച്ചു തരാം. അതിനുശേഷം ഒരു വെബ് സീരീസിൽ ക്ലിയറായി കൃത്യമായി പറയുന്നുണ്ട് ആദില നൂറ അങ്ങനെ ജീവിക്കുന്നത് വളരെ തെറ്റാണ്, അത് കണ്ട് ആരും പഠിക്കണ്ട. ആ ഒരു വീഡിയോസിൻ്റെ ഭാഗവും കൂടി ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം. അപ്പോൾ ആദ്യം ഒരു പെൺകുട്ടിയുടെ അമ്മ ആദില നൂറയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓക്കെ. എൻ്റെ 8 വയസ്സുള്ള മോൾ ഇന്നലെ പറയുകയാണ്, ഞാൻ വലുതാകുമ്പോൾ ആദിലയുടെയും നൂറയുടെയും പോലെയാണ് കല്യാണം കഴിക്കുക എന്ന്. പകച്ചുപോയി ഞാൻ. അത് കേട്ടപ്പോൾ എന്താണ് അവളോട് ഞാൻ മറുപടി പറയുക എന്ന് പോലും എനിക്കറിയുന്നില്ല. ശരിക്കും എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾക്കറിയുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യൂ. ബിഗ് ബോസ് ഷോ അവളെ കാണിക്കാറില്ല, ഫോണും ഒരു ദിവസം അരമണിക്കൂറിൽ കൂടുതൽ കൊടുക്കാറില്ല. എന്നിട്ടും അവൾ എങ്ങനെയോ ഷോർട്സിൽ എവിടെയോ ഇത് കണ്ടു. ഏഷ്യാനെറ്റ് എന്ന ഒരു പോപ്പുലർ ചാനലിലെ മെജോറിറ്റി ആൾക്കാരും കാണുന്ന ബിഗ് ബോസ് എന്ന ഷോയിലാണ് ലെസ്ബിയൻ കപ്പിൾസ് വന്നിട്ടുള്ളത്. ഒരുപാട് കുട്ടികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ മോളുടെ കാര്യമല്ല, അവൾ ചെറുതാണ്. ടീനേജിലൊക്കെ നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ കട്ട സൗഹൃദങ്ങളെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ. പക്ഷേ ഇങ്ങനെ ഒരു ഹോർമോണോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്തവർ പോലും ഈ പാത തിരഞ്ഞെടുക്കുമോ എന്ന് ഇപ്പോൾ ശരിക്കും. പൊന്നുമക്കളെ, ഒരു കാര്യം പറയുകയാണ്, ആദില നൂറയെ പോലെ ജീവിക്കാൻ ആഗ്രഹമുള്ളവർ ചെറിയ രീതിയിൽ ഒന്ന് ചിന്തിക്കണം. കാരണം നിങ്ങൾ ഒരു 10 വർഷം കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും? അതായത് ഒരു 2-3 വർഷം നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാം, ഫൈൻ, ശരിയാണ്. നിങ്ങൾക്ക് ഇത്തിരി ഏജായി കഴിഞ്ഞാൽ നിങ്ങളെ ആര് നോക്കും? നിങ്ങൾക്ക് കുടുംബം വേണ്ടേ? നിങ്ങൾക്ക് മക്കൾ വേണ്ടേ? എങ്ങനെയായിട്ടുണ്ടാവും നിങ്ങൾ ജീവിക്കുക? നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ, എന്തെങ്കിലും ഒരു രോഗം സംഭവിച്ചാൽ ആരാണ് നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്? സാർ, അത് ഫാമിലി ഇഷ്യൂലോട്ടാണ് വന്നത്. അപ്പൊ പുള്ളി പറഞ്ഞത് എന്താന്ന് വെച്ചാല് സാർ, ഞാൻ കിഡ്നാപ്ഡ് ആയിട്ടുണ്ട്, അങ്ങനെ കുറെ ട്രോമാസ് ഉണ്ട്. അതിൽ വന്നിട്ട് ഇതൊക്കെ നിങ്ങളുടെ തോന്നലാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്താ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ മാത്രമല്ല, ഇവിടെ ഞങ്ങൾ വന്നത് എന്താന്ന് വെച്ചാല് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ, തോന്നലാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വളരെ നല്ല രീതിയിലാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാരൻസിന് ഇഷ്ടമാണ്, പക്ഷെ ചില കാര്യങ്ങൾ എല്ലാ പാരൻസും ഇങ്ങനെയല്ല. പക്ഷെ മോശമായിട്ടുള്ള ആൾക്കാർ ലോകത്തുള്ളത് പോലെ തന്നെ ഇപ്പം പാർട്ട്നേഴ്സ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും മക്കളിൽ എല്ലാത്തിലും മോശമുണ്ട് നല്ലതുണ്ട്. ലൈഫിലെ കാര്യങ്ങളും അറിയാതെ ജഡ്ജ്മെന്റലായിട്ട് ഇങ്ങനെ പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അവരെ കുറിച്ച് ധാരണകളില്ല, അവരെ കുറിച്ച് എന്താണെന്ന് കൂടുതൽ അറിയാതെ ഒരു കമന്റ് പറയാൻ പാടില്ലായിരുന്നു. നമ്മുടെ ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞ് മുങ്ങുകയാണ്. ഒരു കാര്യം പറയുകയാണ്, ഈ ലോകത്ത് ആർക്കും എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. അതായത് ഇന്ത്യയിൽ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. അതായത് ഒരൊറ്റ കാര്യം, നമ്മുടെ പ്രകൃതി നിയമമുണ്ടല്ലോ, ആ നിയമപ്രകാരം ഇങ്ങനെ ജീവിക്കുന്നത് തെറ്റാണെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഓക്കെ. അതായത് നമ്മളൊക്കെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും കുട്ടികൾ വേണം. അല്ലാതെ ഇങ്ങനെ ആദില നൂറയെ കണ്ട് ജീവിക്കാൻ തുടങ്ങിയാൽ എന്താവും അവസ്ഥ? അപ്പോൾ ഒരു വീഡിയോ ക്ലിപ്പും കൂടി ഞാൻ വെക്കുകയാണ്. വെബ് സീരീസിലടക്കം പറയുന്നത് ഇങ്ങനെ ജീവിക്കുന്നത് തെറ്റെന്നാണ്. നിങ്ങൾ ആ ഒരു വീഡിയോ കൂടി കണ്ടു നോക്കണം. ഓക്കെ. എന്തായിരുന്നല്ലോ ഇവിടെ പരിപാടി? ഫ്രണ്ട്ഷിപ്പിന്റെ പേരും പറഞ്ഞ് രണ്ടും കൂടെ എന്തായിരുന്നു ഇവിടെ കാണിച്ചു കൂട്ടിയെന്ന്? ഇപ്പോഴത്തെ ട്രെൻഡാ മണ്ണാങ്കട്ടയാന്നും പറഞ്ഞ് ഈ വീട്ടിൽ കിടന്ന് കളിക്കരുത് കേട്ടോടി. മമ്മിയോ? നീയൊക്കെ കൊച്ചുനാള് മൂലം ഒന്നിച്ച് പഠിച്ചെന്ന് പറഞ്ഞാടി നിന്നെ ഈ പെരക്കകത്ത് കയറ്റി നിർത്തിയതോ? അത് എന്റെ തെറ്റായിപ്പോയി. നിനക്കൊക്കെ ചോദിക്കാനും പറയാനും ആരുമില്ല. പക്ഷേ ഇവക്ക് അങ്ങനല്ലേടി. മമ്മി, അവളൊന്നും പറയാൻ എനിക്ക് ഇഷ്ടമല്ല. ഒന്നിച്ച് ജീവിക്കാനുള്ള തീരുമാനം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചെടുത്താം. തോന്നിവാസം പറയുന്നോടി. ദേ, താഴെ ഒരു മനുഷ്യനുണ്ട്, അങ്ങനെ അറിയുന്നതിന് മുമ്പ് ഇറങ്ങി കൂടി. ഇവിടെ അയൽവക്കത്തെ ആൾക്കാരുണ്ട്, അവരൊക്കെ അറിഞ്ഞ നാണക്കേട് ഇരിക്കാടി വൃത്തികെട്ടവളെ.
നോക്കൂ, ഈ ഒരു വെബ് സീരീസിലടക്കം പറയുന്നത് പെണ്ണും പെണ്ണുമായി ജീവിക്കുന്നത് തെറ്റെന്നാണ്. പിന്നെ ഞാൻ പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ഒരു കാര്യം പറയുകയാണ് പൊന്നാര ആദിലാനൂറ, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, ഫൈൻ, അത് നിങ്ങളുടെ ആഗ്രഹമാണ്, ഓക്കെ. എന്നാലും നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, ഒരു 10 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് എന്തായിട്ടുണ്ടാവും? അതുകൊണ്ട് ഇവരുടെ ലൈഫ്, അതായത് എനിക്ക് തോന്നുന്നത് ഈ നൂറ ഇതിൽ നിന്ന് പിരിയുമെന്നാണ്, നൂറ ഇതിൽ നിന്ന് ഊരുമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം, ഓക്കെ. ആദിലയുടെ ലൈഫ് കട്ടപ്പോക്കാണ്, അവൾക്ക് അതായത് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റാത്തൊരവസ്ഥയാണ്. നൂറ് എന്തായാലും പിന്മാറും, അതിപ്പോൾ ബിഗ് ബോസ് തീരുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും അറിയും, ഓക്കെ. ഇവരുടെ ഷോ കാണുന്ന പ്രേക്ഷകരോട് ഒരു കാര്യം പറയുകയാണ്, ഇവരുടെ ലൈഫ് നല്ല ലൈഫ് എന്ന് കരുതി നിങ്ങളാരും ഇവരാവാൻ ആഗ്രഹിക്കാതിരിക്കുക. കാരണം വലിയ റിസ്ക്കാണ്, നിങ്ങളാരും ഭാവിയിൽ മൈൻഡ് പോലും ചെയ്യൂല, നിങ്ങളെ കാണുമ്പോൾ പുച്ഛിക്കും, ഓക്കെ. പിന്നെ ബിഗ് ബോസിൽ ഒരു തരക്കേടുമില്ലാതെ തട്ടിമുട്ടി പോകുന്നത്, അവിടെ ആദിലാനൂറയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും മോശമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേസടക്കമാവും. അതുകൊണ്ടാണ് എല്ലാ കണ്ടസ്റ്റൻറ്റും അവരെ മാറ്റി നിർത്തുന്നതും അവരുടെ വിഷയത്തിലേക്ക് കടക്കാതിരിക്കുന്നതും. ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുകയാണ്, ബിഗ് ബോസ് തീരുന്നതിന് മുമ്പ് നൂറ ഈ ഒരു വലിയൊരു പ്രശ്നത്തിൽ നിന്ന് ഊരുമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം, ഓക്കെ. അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു, ഓക്കെ, ബൈ.